അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഗരം മസാലയുടെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുബൂസുമായിട്ടാണ് കേട്ടോ. ഹോം മെയ്ഡ് കുബൂസ് കണ്ടില്ലേ, ഈസി ആയിട്ട് തയ്യാറാക്കിയെടുത്തതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റ് റെഡിയാക്കിയെടുത്ത കുബൂസാണ്. നമ്മുടെ ഗ്രീൻ ചിക്കൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്തതാട്ടോ ഈ കുബൂസ്. അപ്പോൾ ഞാൻ കുബൂസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ കുബൂസാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണിത്. ഒരിക്കലും നമ്മളിത് വീട്ടിലുണ്ടാക്കിയെടുത്തതാണെന്ന് തോന്നില്ല. അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി ഈ കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കെങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ കുബൂസ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ഈസ്റ്റിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ് ഞാൻ. ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ചെറു ചൂടുള്ള വെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കല്ലേ. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ ഈസ്റ്റ് നശിച്ചു പോകും. അപ്പോൾ പിന്നെ ഈസ്റ്റ് പൊങ്ങി വരില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി ഇത് പൊങ്ങി വന്നതിന് ശേഷം വേണം നമുക്ക് കുബൂസിലോട്ട് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ഇവിടെ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയോ ഗോതമ്പ് പൊടിയോ ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂണ് പാൽപ്പൊടി ചേർക്കാം. ഈ പാൽപ്പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ സൊല്യൂഷൻ ആട്ടോ. ഈസ്റ്റ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സൊല്യൂഷന് പൗഡറിലോട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. കുറേശ്ശെ ചേർത്തിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ആവശ്യാനുസരണം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഇത് ലൂസായി പോയാൽ പിന്നെയും പൊടി ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. വേണ്ടത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അതിന് ശേഷം പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറച്ച് പൊടി തൂവണേ. മൈദ തന്നെയാണിത്. ഇനി ഇതിൽ വെച്ചിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായി വരുന്നത് വരെ കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള പാത്രത്തിൽ തന്നെ വെക്കണേ. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഏകദേശം 1 ടീസ്പൂണൊക്കെ മതി എണ്ണ. ഇനി നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം, ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നനഞ്ഞ ഒരു തുണി കൊണ്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇത് ഇന്ന് പൊങ്ങി വരട്ടെ. ഏകദേശം 1-2 മണിക്കൂറോളം വേണ്ടി വരും കേട്ടോ. ഇത് ഡബിൾ സൈസായി വരണം. അതിന് ശേഷം നമുക്ക് കുബൂസ് റെഡിയാക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ എയറൊക്കെ ഒന്ന് പോട്ടെ. നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്കിതിനെ. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുക കേട്ടോ വേണ്ടത്. അതിനുശേഷം ഉരുട്ടിയെടുക്കുക വേണ്ടത്. ഇത് എത്രത്തോളം വലുപ്പമുള്ള ബോൾസ് വേണോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുള്ള ഈ മാവ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് നല്ല കുബൂസ് റെഡിയാക്കി എടുക്കാൻ. ഇനി നന്നായിട്ട് ഷേപ്പായി വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ വേണ്ടിയിട്ട് ബോൾ ഉണ്ടാക്കില്ലേ, അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പുള്ള മാവിന് കിട്ടും. ഇനി നമുക്ക് മുഴുവൻ മാവ് റെഡിയാക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഈ മാവ് ഉപയോഗിച്ചിട്ട് ഞാൻ 8 കുബൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള 8 കുബൂസ് തന്നെയായിരിക്കും ഇത്. നമുക്ക് കുറച്ച് പൊടി തൂവാട്ടോ. ഞാനിത് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് വെച്ചിട്ട് പരത്തിയെടുക്കാം. ഒരു റോളിംഗ് പിൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ PVC പൈപ്പ് ഉപയോഗിച്ചിട്ടോ നമ്മൾ സാധാരണ പത്തിരിക്ക് പരത്തിയെടുക്കില്ലേ, അതുപോലെ പരത്തിയെടുത്താലും മതി. ഒരുപാട് തിക്നെസ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് നൈസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിലാട്ടോ. ഇനി ഇതിനെ ഒന്നുകൂടെ പൊങ്ങാൻ വേണ്ടി വെക്കണം. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഒന്നുകൂടെ പൊങ്ങി വരും. അതിന് ശേഷം വേണം നമുക്ക് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് ഈ കുബൂസ് ചുട്ടെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് അടുത്ത കുബൂസ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കുബൂസൊക്കെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം വെക്കണം, ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചാലേ ഉള്ളൂ നന്നായിട്ട് പൊങ്ങി വരിക. ഇത് നനഞ്ഞ തുണി കൊണ്ട് ഇതിനെ അടച്ചു വെച്ചാൽ മതി, അങ്ങനെയെങ്കിൽ ഡ്രൈ ആവില്ല. നമുക്ക് കുബൂസിനെ പാനിലോട്ട് മാറ്റാം. ഇനി ഇത് വെന്ത് വരട്ടെ. ചപ്പാത്തി വേവിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. കണ്ടോ, പൊങ്ങി വരുന്നുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ തിരിച്ചിടാം നമുക്ക്.
ഞാൻ ഇതിനെ വീണ്ടും തിരിച്ചിടാണേ. നമ്മുടെ കുബൂസ് നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം. എന്നാലേ ഉള്ളൂ നന്നായിട്ട് വെന്ത് വരിക. ഇപ്പോൾ മുഴുവനായിട്ടും പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുഴുവനായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത കുബൂസ് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ആവി വരട്ടെ. നന്നായിട്ട് തന്നെ ആവി വരുന്നുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടോ? നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ കിട്ടും കേട്ടോ കുബൂസ്. ഇനി ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ചപ്പാത്തി പോലെ കനം കുറഞ്ഞ കുബൂസാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് കനം കുറച്ചിട്ട് ഉണ്ടാക്കാം. നമ്മുടെ അടുത്ത കുബൂസ് ഞാൻ വേവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കുബൂസ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ കുബൂസ് പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ കുബൂസും വേവിച്ചെടുക്കണം. ഇതിനെ നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. ഈ കുബൂസിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷവർമയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഷവർമയുടെ കവറിങ് ആയിട്ട് നമുക്ക് ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്തിട്ടുള്ള കുബൂസ് ഉപയോഗിക്കാം. നന്നായിട്ട് പൊങ്ങി വന്ന കുബൂസ് കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് മുഴുവൻ കുബൂസും വേവിച്ചെടുക്കണം. കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ അടുക്കി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് ആകെ കട്ടിയായി പോകും. അപ്പോൾ നമ്മുടെ കുബൂസുകളൊക്കെ റെഡിയായി. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം സാധാരണ കുബൂസ് പോലെയാണോ ഇതെന്ന്. കണ്ടോ? നമുക്ക് മുറിച്ച് നോക്കാം. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കുബൂസ് ഇതുപോലെ പോക്കറ്റ് ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാൻ കിട്ടും. ഇങ്ങനെ 2 പീസൊക്കെ ആക്കിയിട്ട് മുറിച്ചെടുക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കുബൂസ് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അതുപോലെ നന്നായിട്ട് കുക്കാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്യുന്നത് ഗ്രീൻ ചിക്കനാണ്. ഗ്രീൻ ഗ്രിൽഡ് ചിക്കൻ. സ്പെഷ്യൽ സാലഡുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും പ്രിപ്പറേഷൻ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. ഒരു ചെറിയൊരു പീസ് ചിക്കൻ എടുക്കാം. ഈ ചിക്കൻ ഇഷ്ടമുള്ള ഗ്രേവിയിൽ നമുക്ക് ഡിപ്പ് ചെയ്യാം. യോഗട്ടും ഉണ്ട്, മയോണൈസും ഉണ്ട്. എന്തായാലും ഒന്നുകൂടെ ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ യോഗട്ടിലാണ് ഡിപ്പ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല കിഡിലും ടേസ്റ്റ് തന്നെയാണ്. ഗ്രീൻ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഹോം മെയ്ഡ് മസാലയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ചിക്കൻ ഗ്രില്ലൊക്കെ ഉണ്ടാക്കിയ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അത് ഇവിടെ ഒരിക്കലും കൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഹോം മെയ്ഡ് തന്നെ ആയിട്ട് ഉണ്ടാക്കിയ കുബൂസ് അല്ലേ ഇത്. നമുക്ക് കുബൂസിൻ്റെ കൂടെ ടേസ്റ്റ് നോക്കാം. കുബൂസ് നമുക്ക് മയോണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. കിടിലൻ. എല്ലാവരും നമ്മുടെ കുബൂസ് ഉണ്ടാക്കിയത് കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കുബൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.